നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് തിളക്കമാർന്ന വിജയം. 99.77 വിജയശതമാനം. 352 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കി. നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് ടയർ കടയിലേക്ക് ഇടിച്ചു കയറിയ അപകടം, 3 പേർക്ക് പരിക്ക്. അപകടമുണ്ടായത് മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ ആവോലിയിൽ വൈകിട്ട് 3:30 വാഴക്കുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മൂവാറ്റുപുഴയിൽ MDMAയും കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ. വെള്ളൂർക്കുന്നം മുടവൂർ സ്വദേശി മാഹിൻ സി ജമാൽ, പായപ്പട മാനാട് സ്വദേശി സിദ്ദിഖ് മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. കുറഞ്ഞ വിലയിൽ പഠനോപകരണങ്ങൾ. മൂവാറ്റുപുഴയിൽ പോലീസ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ മാർക്കറ്റ് ആരംഭിച്ചു. വിപണി വിലയേക്കാൾ 60% വരെ വിലക്കുറവിലാണ് പഠനോപകരണങ്ങൾ നൽകുന്നത്. യൂണിഫോമും പാഠപുസ്തകവും ഒഴികെയുള്ള എല്ലാ പഠനോപകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സെൻട്രൽ ക്ലബിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന മട്ടർഫിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ശക്തമായ കാറ്റിൽ മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണു. മൂവാറ്റുപുഴയാടിന്റെ പുഴയോര നടപ്പാതയുടെ കൈവരി തകർന്നു. നടപ്പാതയിലേക്ക് വീണ മരത്തിന്റെ ശിഖരങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്തു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് തിളക്കമാർന്ന വിജയം. വിദ്യാഭ്യാസ ജില്ലയ്ക്ക് 99.77 വിജയശതമാനം. 352 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കി. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ പിറവം, കൂത്താട്ടുകുളം, മൂവാറ്റുപുഴ, കല്ലോടുകാട് വിദ്യാഭ്യാസ ഉപജില്ലകൾ ചേരുന്ന മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് 99.77% വിജയം. 51 സ്കൂളുകളിൽ നിന്നായി 1819 ആൺകുട്ടികളും 1660 പെൺകുട്ടികളും ഉൾപ്പെടെ 3479 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇവരിൽ 1811 ആൺകുട്ടികളും 1660 പെൺകുട്ടികളും ഉൾപ്പെടെ 3471 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹരായി. 3479 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 106 ആൺകുട്ടികളും 246 പെൺകുട്ടികളും ഉൾപ്പെടെ 352 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കി. ഇതുകൂടാതെ മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിലുള്ള 2 ടെക്നിക്കൽ സ്കൂളുകളും 1 സ്പെഷ്യൽ സ്കൂളും 100% വിജയം കരസ്ഥമാക്കി. 322 കുട്ടികൾ പരീക്ഷ എഴുതിയ ബീട്രൂർ എബനേസർ സ്കൂളിലാണ് മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് റോഡരികിലെ ടയർ കടയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. വെള്ളിയാഴ്ച വൈകിട്ട് 3:30 ആവോലിയിലാണ് അപകടമുണ്ടായത്. മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് റോഡരികിലെ ടയർ കടയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. വെള്ളിയാഴ്ച വൈകിട്ട് 3:30 ആവോലിയിലുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികരായ അങ്കമാലി സ്വദേശി അൻമുറ ആൽബിൻ ബെന്നി, ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് തൃശൂർ സ്വദേശിനി മീന, ടയർ കടയ്ക്ക് മുന്നിൽ നിൽക്കുകയായിരുന്ന ആവോലി സ്വദേശി രാജു മണിമലക്കുന്നേൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും തൊടുപുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന 2 സംഘം സഞ്ചരിച്ച ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. ബൈക്ക് യാത്രികർ ആവോലി ബൈപ്പാസിൽ നിന്ന് ഹൈവേയിലേക്ക് കടക്കുന്നതിനിടെ എതിർദിശയിൽ വരികയായിരുന്ന സ്വകാര്യ ബസ്സിൽ ഇടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ ടയർ കടയ്ക്ക് മുന്നിൽ സംസാരിച്ചു നിൽക്കുകയായിരുന്ന രാജുവിനെ ഇടിച്ചിട്ട ശേഷം കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രികരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരിൽ ആൽബിന്റെ പരിക്ക് ഗുരുതരമാണ്. രാജു മണിമലക്കുന്നേലിന് നിസ്സാര പരിക്കുകളാണുള്ളത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. വാഴക്കുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മൂവാറ്റുപുഴയിൽ MDMAയും കഞ്ചാവുമായി 2 യുവാക്കൾ എക്സൈസ് പിടിയിൽ. വെള്ളൂർക്കുന്നം മുടവൂർ സ്വദേശി മാഹിൻ സി ജമാൽ, പായപ്പട മാനാട് സ്വദേശി സിദ്ദിഖ് മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. മൂവാറ്റുപുഴയിൽ MDMAയും കഞ്ചാവുമായി 2 യുവാക്കൾ എക്സൈസ് പിടിയിൽ. മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് മുളവൂർ പള്ളിപ്പടിയിൽ നടത്തിയ പരിശോധനയിൽ വെള്ളൂർക്കുന്നം മുടവൂർ ചക്കാലയ്ക്കൽ മാഹിൻ സി ജമാൽ, പായപ്പട മാനാട് വെട്ടിത്തടത്തിൽ സിദ്ദിഖ് മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. മുളവൂർ പ്രദേശത്ത് പ്രതികൾ വാടകയ്ക്കെടുത്ത മുറിയിൽ നിന്നും 2.539 ഗ്രാം MDMAയും
3.389 ഗ്രാം കഞ്ചാവും MDMA ഉപയോഗിക്കാനുള്ള പൈപ്പുകളും 1500 രൂപയും എക്സൈസ് കണ്ടെടുത്തു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ബാംഗ്ലൂരിൽ നിന്ന് MDMA എത്തിച്ച് മൂവാറ്റുപുഴ മുളവോട് ഭാഗങ്ങളിൽ വിൽപ്പന നടത്തുന്ന പ്രധാനികളാണ് പിടിയിലായിരിക്കുന്നതെന്നും ഇവർക്ക് MDMA നൽകിയ ബാംഗ്ലൂർ സ്വദേശികളെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G. കൃഷ്ണകുമാർ പറഞ്ഞു. പ്രതികൾ വളരെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് MDMA എത്തിച്ച് ഈ മൂവാറ്റുപുഴ പല ഭാഗങ്ങളിലായിട്ടും മുളവൂരിൻ്റെ പല ഭാഗങ്ങളിലായിട്ടും വിൽക്കുന്ന പ്രധാന പ്രതികളാണ്. ഇവർക്ക് MDMA കൊടുത്തിട്ടുള്ള ബാംഗ്ലൂർ സ്വദേശിയെക്കുറിച്ചുള്ള അന്വേഷണം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള കൈമാറ്റങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ച് വരികയാണ്. ഇതിൽ ഈ കേസിലെ രണ്ടാം പ്രതി സിദ്ദിഖ് മുഹമ്മദിൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു ഗോവിന്ദ് എന്ന ആളാണ് ബാംഗ്ലൂരിൽ നിന്ന് MDMA എത്തിച്ചു കൊടുക്കുന്നത്. ഇവർക്ക് ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത് ഒരു മുൻപ് കേസിൽ പ്രതിയായിട്ടുള്ള അജ്മലുദ്ദീനാണ് എന്നും നമുക്ക് വെളിവായിട്ടുള്ളതാണ്. അത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തുകയും കേസിൻ്റെ തുടരന്വേഷണത്തിൽ കൂടുതൽ പ്രതികളെ കേസിലേക്ക് പ്രതി ചേർക്കുന്നതുമാണ്. റെസിഡൻഷ്യൽ ഏരിയയിൽ കേസിലെ ഒന്നാം പ്രതി റൂം വാടകയ്ക്കെടുത്ത് താമസിക്കുകയും അവിടെ വെയിങ് മെഷീനും ഡിജിറ്റലായിട്ടുള്ള ചെറിയ ഗ്രാം തൂക്കുന്ന ഡിജിറ്റൽ വെയിങ് മെഷീനും മറ്റ് പാക്കിംഗ് കവറുകളും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള വിൽപ്പനയായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഒന്നാം പ്രതി നടത്തി വന്നിരുന്നത്. ഒന്നാം പ്രതിക്ക് മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്ന ഒന്നാം പ്രതിയായിട്ടുള്ള മാഹിൻ സി ജമാൽ എന്ന് പറഞ്ഞ ആൾക്ക് മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്ന പ്രധാന വ്യക്തിയാണ് ഇപ്പോൾ നമ്മൾ ഇന്നലെ കേസിൽ രണ്ടാം പ്രതി അറസ്റ്റ് ചെയ്തിട്ടുള്ള സിദ്ദിഖ് മുഹമ്മദ്. ഇവരെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നത്. മയക്കുമരുന്ന് മുക്ത സമൂഹം എന്ന ലക്ഷ്യത്തിലേക്ക് കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓപ്പറേഷനിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ T. അജയ്കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ മാഹിൻ PB, അനുരാജ് PR, നൌഷാദ് KA, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അനിത PN, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ബിജു പോൾ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. മദ്യം, മയക്കുമരുന്ന് എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ തുടർന്നും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G. കൃഷ്ണകുമാർ പറഞ്ഞു. അധ്യയന വർഷത്തെ വരവേൽക്കാൻ കുറഞ്ഞ വിലയിൽ പഠനോപകരണങ്ങളുമായി മൂവാറ്റുപുഴയിൽ എറണാകുളം ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. വിപണി വിലയേക്കാൾ 60% വരെ വിലക്കുറവിലാണ് സ്കൂൾ മാർക്കറ്റിൽ പഠനോപകരണങ്ങൾ ലഭ്യമാകുന്നത്. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാനൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആശ്വാസമേകി എറണാകുളം ജില്ലാ പോലീസ് വായ്പാ സഹകരണ സംഘത്തിന്റെ സ്കൂൾ മാർക്കറ്റ് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. മൂവാറ്റുപുഴ അരമനപ്പടിയിലുള്ള സഹകരണ സംഘം ബ്രാഞ്ച് കെട്ടിടത്തിലാണ് സ്കൂൾ മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നത്. തുടർച്ചയായ 4ാം വർഷമാണ് സാധാരണക്കാർക്ക് ആശ്വാസമായി മൂവാറ്റുപുഴയിൽ ഇത്തരത്തിൽ സ്കൂൾ മാർക്കറ്റ് ഒരുക്കുന്നത്. പൊതുജനങ്ങൾക്ക് വലിയ ലാഭത്തിൽ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുമെന്നതാണ് സ്കൂൾ മാർക്കറ്റിന്റെ പ്രധാന ആകർഷണം. വിവിധ പഠനോപകരണങ്ങൾക്ക് വിപണി വിലയേക്കാൾ 60% വരെ വിലക്കുറവിലാണ് പോലീസ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ മാർക്കറ്റിൽ പഠനോപകരണങ്ങൾ ലഭ്യമാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ബാഗ്, കുട, നോട്ട്ബുക്കുകൾ, പേന, പെൻസിൽ, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ തുടങ്ങി യൂണിഫോമും പാഠപുസ്തകവും ഒഴികെയുള്ള എല്ലാ പഠനോപകരണങ്ങളും സ്കൂൾ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. ഞായർ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് സ്കൂൾ മാർക്കറ്റിന്റെ പ്രവർത്തന സമയം. ഗുണനിലവാരമുള്ള പഠനോപകരണങ്ങൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്ന അവസരം പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. സെൻട്രൽ ക്ലബിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന മട്ടർഫിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. സെൻട്രൽ ക്ലബിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന മട്ടർഫിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. മൂവാറ്റുപുഴ മാർക്കറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം നിർമ്മിക്കുന്ന മട്ടർഫിന്റെ നിർമ്മാണോദ്ഘാടനം മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി നിർവഹിച്ചു.
കളിക്കുക, ഷട്ടിൽ കളിക്കുക, അതായത് ഫിസിക്കലി എഫേർട്ട് വേണ്ടുന്ന കായിക വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഈ ഡോപ്പമൈൻ, സെറോട്ടോണിൻ തുടങ്ങിയിട്ടുള്ള ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. പ്രധാനമായിട്ട് 4 ഹാപ്പി ഹോർമോൺസാണ് ഉള്ളത്. ഇതൊക്കെ ഉത്തേജിപ്പിക്കപ്പെടുന്നുണ്ടെന്നാണ് പറയുക. അപ്പോൾ എന്താ ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് ഹെൽപ്പിംഗ് ഹാൻഡ് ആകുമ്പോൾ, അതുപോലെ മറ്റിതുപോലെ കല്യാണങ്ങൾ, ഗെറ്റ് ടുഗദേഴ്സ്, ക്ലബ്ബുകളുടെ യോഗങ്ങൾ, അതായത് ഒരുപാട് പേര് ഒരുമിച്ച് കൂടുന്ന സന്തോഷം പകരുന്ന കമ്മ്യൂണിറ്റി മീറ്റിങ്ങുകൾ, ഇതിലൊക്കെ ഈ പങ്കെടുക്കുമ്പോൾ, ഈ സന്തോഷം പങ്കിടുമ്പോഴൊക്കെയും ഈ ഹാപ്പി ഹോർമോൺസ് ഉത്തേജിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ലഹരിയെ മാറ്റി നിർത്താനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ്? കളിക്കളങ്ങൾ നിലനിർത്തുവാനായിട്ടാണ്. കായിക മേഖലകളിലേക്ക് നമ്മുടെ യുവജനങ്ങളെ ആകർഷിക്കുവാനായിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുക. ചടങ്ങിൽ സെൻട്രൽ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിവന്നിരുന്ന സജൽ കുടുംബസഹായ ഫണ്ട് മഹൽ ജമാഅത്ത് ട്രഷറർ സബീറിന് ക്ലബ്ബ് പ്രസിഡന്റ് ഷാജി പാലത്തികൾ കൈമാറി. ആശ്രയ ഖത്തർ നൽകിയ 1,05,000 രൂപയുടെ ചെക്കും സെൻട്രൽ മഹൽ ജമാഅത്ത് സെക്രട്ടറി ഷെഫിൻ കുറ്റിയിൽ ഏറ്റുവാങ്ങി. സെൻട്രൽ ക്ലബ്ബ് പ്രസിഡന്റ് ഷാജി പാലത്തിങ്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂവാറ്റുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൾ സലാം മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് മജീദ് മങ്ങാടൻ, വാർഡ് കൗൺസിലർ ദീപ്തി വിപിൻ, സജീദ് സെയ്ദ് ആര്യൻകാലായിൽ, സെൻട്രൽ ക്ലബ്ബ് സെക്രട്ടറി ഷിഹാബുദ്ദീൻ, ട്രഷറർ അനീസ് P. അലി എന്നിവർ പ്രസംഗിച്ചു. ശക്തമായ കാറ്റിൽ മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണ് മൂവാറ്റുപുഴയാടിന്റെ പുഴയോര നടപ്പാതയുടെ കൈവരി തകർന്നു. ശക്തമായ കാറ്റിൽ മൂവാറ്റുപുഴ ലതാപാലത്തിന് സമീപം പുഴയിൽ നിന്നിരുന്ന മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണാണ് കൈവരി തകർന്നത്. മൂവാറ്റുപുഴ നഗരത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് മഴയ്ക്കൊപ്പമുണ്ടായ ശക്തമായ കാറ്റിൽ മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണ് മൂവാറ്റുപുഴയാടിന്റെ പുഴയോര നടപ്പാതയുടെ കൈവരി തകർന്നു. ശക്തമായ കാറ്റിൽ മൂവാറ്റുപുഴ ലതാപാലത്തിന് സമീപം പുഴയരികിൽ നിന്നിരുന്ന മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണാണ് കൈവരി തകർന്നത്. നടപ്പാതയിലേക്ക് വീണ മരത്തിന്റെ ശിഖരങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്തു. ഇതുകൂടാതെ മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ നിന്ന് പുഴയോര നടപ്പാതയിലേക്ക് ഇറങ്ങുന്ന പടവുകളിലേക്കും മരം വീണിരുന്നു. നടപ്പാതയോട് ചേർന്നുള്ള ഭാഗത്ത് മുൻപ് ഫയർ സ്റ്റേഷൻ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തിന് സമീപത്തായി നിരവധി മരങ്ങൾ കടപുഴകി വീഴുകയും ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുകയും കൃഷികൾ നശിക്കുകയും ചെയ്തിട്ടുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മുടവൂർ കൊച്ചുപരിക്കൽ KV ജോസഫ് 87 നിര്യാതനായി. സംസ്കാരം വെള്ളിയാഴ്ച 1-ന് മുടവൂർ പള്ളിയിൽ നടത്തപ്പെട്ടു. ഭാര്യ മേരി കടാതി പോത്തനാംചിറയിൽ കുടുംബാംഗമാണ്. മക്കൾ ബോസ്, റെജി, പരേതിയായ സാലി, മരുമക്കൾ പ്രീതി, റീജ. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.